എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. സോഷ്യൽ ഡിഫറൻസസ് വിത്തിൻ ആൻഡ് ബിയോണ്ട് ദ ഫ്രെയിംവർക്ക് ഓഫ് കാസ്റ്റ്. സാമൂഹിക വ്യത്യാസങ്ങൾ ജാതിയുടെ ചട്ടക്കൂടിനകത്തും പുറത്തും. കാസ്റ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഹൈറാർക്കിക്കലി ഓർഡേർഡ് സോഷ്യൽ കാറ്റഗറീസ്. ശ്രേണീക്രമത്തിൽ വിഭജിച്ചിരിക്കുന്ന സാമൂഹിക ക്രമങ്ങളെ ജാതി എന്ന് പറയുന്നു. The ideal order was laid down by Brahmanas in Dharma Sutras and Shastras. ഈ സാമൂഹിക ക്രമങ്ങൾ ബ്രാഹ്മണർ ധർമ്മസൂത്രങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. According to them, Varnas are 4 in number. They are Brahmanas, Kshatriyas, Vaishyas and Shudras. അത് പ്രകാരം 4 വർണ്ണങ്ങളാണുള്ളത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇൻ ദിസ് ഹൈറാർക്കി, ബ്രാഹ്മണാസ് ഓൺ ദ ടോപ്പ് ആൻഡ് ശൂദ്രാസ് ആൻഡ് അൺടച്ചബിൾസ് വെയർ ഓൺ ദി ബോട്ടം ഓഫ് ദി ഓർഡർ. ഈ ക്രമപ്രകാരം ബ്രാഹ്മണർ ശ്രേണിയുടെ മുകളിലും ശൂദ്രരും അസ്പൃശ്യരും ശ്രേണിയുടെ ഏറ്റവും താഴെയുമാണ്. ബ്രാഹ്മണ സെഡ് ദാറ്റ് this was divinely ordained and the position in the order was determined by birth. ഈ വർണ്ണങ്ങൾ ദൈവദത്തമാണെന്നും ശ്രേണിയിലെ ഓരോരുത്തരുടെയും സ്ഥാനം ജന്മന ഉള്ളതാണെന്നും അവർ പറയുന്നു. The right occupation. The right occupation of each varna was laid down by Brahmanas. First, Brahmanas study and teach Vedas, perform sacrifices and get sacrifices performed, give and receive gifts. 1. ബ്രാഹ്മണർ വേദങ്ങൾ പഠിക്കാം, പഠിപ്പിക്കാം, യാഗങ്ങൾ നടത്തിക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം, വാങ്ങാം. Second, Kshatriyas can engage in warfare, protect people, administer justice, study Vedas, get sacrifices performed, make gifts. 2. ക്ഷത്രിയർ യുദ്ധം ചെയ്യാം, ജനങ്ങളെ ഭരിക്കാം, നീതി നടപ്പിലാക്കാം, വേദം പഠിക്കാം, യാഗങ്ങൾ നടത്തിക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം. 3. വൈശ്യാസ് study Vedas, get sacrifices performed, make gifts, engage in agriculture, pastoralism, trade. 3. വൈശ്യർ വേദം പഠിക്കാം, യാഗം നടത്തിക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം, കൃഷി, കാലിമേക്കൽ, കച്ചവടം ഇവയിൽ ഏർപ്പെടാം. ശൂദ്രാസ് ക്യാൻ സെർവ് ദ 3 ഹയർ വർണ്ണാസ്. ശൂദ്രർ അവർക്ക് 3 മുകളിലുള്ള വർണ്ണങ്ങളെയും സേവിക്കാം. The strategies evolved by the Brahmanas to enforce these norms. ഈ നിയമാവലികൾ നടപ്പിലാക്കാൻ ബ്രാഹ്മണർ ചില തന്ത്രങ്ങൾ മെനഞ്ഞു. First one, Brahmana said that Varna order was divine. വർണ്ണ സമ്പ്രദായം ദൈവദത്തമാണെന്ന് ബ്രാഹ്മണർ പ്രചരിപ്പിച്ചു. Secondly, they advised the kings to ensure that these norms were followed within their kingdom. ഈ നിയമാവലികൾ തങ്ങളുടെ രാജ്യത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ രാജാക്കന്മാരോട് ഉപദേശിച്ചു. Thirdly, they said that status was determined by birth. വർണ്ണവ്യവസ്ഥയും ഒരുവൻ്റെ അന്തസ്സും പദവിയും ജന്മനാ ഉള്ളതാണെന്ന് പ്രചരിപ്പിച്ചു. Fourth one, Brahmanas reinforced these norms by telling stories in the Mahabharata. For example, the story of Ekalavya, the Nishada, and the story in the Rigveda. മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളിലെ കഥകളിലൂടെ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഉദാഹരണം, ഏകലവ്യൻ്റെ കഥയും ഋഗ്വേദത്തിലെ കഥയും. ഏകലവ്യൻ്റെ കഥ
നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ വായിക്കാം. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ വർണ്ണത്തെക്കുറിച്ചുള്ള പരാമർശം ഇതാണ്: ആദിപുരുഷൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണരും, കരങ്ങളിൽ നിന്ന് ക്ഷത്രിയനും, തുടയിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു. അതുകൊണ്ടിത് ദൈവദത്തമാണ് എന്നതാണ് കഥ. നെക്സ്റ്റ് ഈസ് നോൺ ക്ഷത്രിയ കിങ്സ്. അക്കോർഡിംഗ് ടു ബ്രാഹ്മണിക്കൽ നോംസ്, only ക്ഷത്രിയാസ് കുഡ് ബി കിങ്സ്. ബ്രാഹ്മണ നിയമപ്രകാരം ക്ഷത്രിയന്മാർക്ക് മാത്രമേ രാജാക്കന്മാരാകാൻ പാടുള്ളൂ. ബട്ട് ദിസ് വാസ് നോട്ട് ഓൾവേസ് കറക്റ്റ്. ദർ ആർ എ നമ്പർ ഓഫ് നോൺ ക്ഷത്രിയ റൂളിംഗ് ഡൈനാസ്റ്റീസ്. എന്നാൽ ഇതെപ്പോഴും ശരിയായിരുന്നില്ല. നിരവധിയായ ക്ഷത്രിയന്മാരല്ലാത്തവരും ഭരണം നടത്തിയിട്ടുണ്ട്. ദ ഫോളോവിങ് ആർ ദോസ്. താഴെ പറയുന്നവരാണ് അവർ. ദ മൗര്യാസ്. അക്കോർഡിംഗ് ടു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ്, മൗര്യാസ് വെയർ ഓഫ് ലോ ഒറിജിൻ. ഒന്നാമത്തെ ക്ഷത്രിയന്മാരല്ലാത്തവർ മൗര്യന്മാർ. ബ്രാഹ്മണ പുസ്തകങ്ങൾ പ്രകാരം മൗര്യന്മാർ താഴ്ന്ന ഗണത്തിൽപ്പെട്ടവരാണ്. 2 സുങ്കാസ്. സുങ്കാസ് വെയർ ബ്രാഹ്മണാസ്. സുങ്കന്മാർ ബ്രാഹ്മണരാണ്. 3 കൺവാസ്. കൺവാസ് വെയർ ബ്രാഹ്മണാസ്. കൺവന്മാരും ബ്രാഹ്മണരാണ്. Then 4th one, the Shagas. Shagas were Mlechas or barbarians. ശാകന്മാർ മ്ലേച്ഛന്മാർ അല്ലെങ്കിൽ അപരിഷ്കൃതരായി കരുതിപ്പോകുന്നവരാണ്. ഹിയർ ദ ബെസ്റ്റ് നോൺ ശാക റൂളർ വാസ് രുദ്രദമൻ, ഹു റീബിൽറ്റ് ദ സുദർശന ലേക്ക്. ഏറ്റവും പ്രമുഖനായ ശാകരാജാവായിരുന്നു രുദ്രദമൻ. അദ്ദേഹം സുദർശന തടാകം പുതുക്കി നിർമ്മിച്ചു. ആൻഡ് 5th വൺ, ദ ശതവാഹനാസ്, ഹു വെർ ബ്രാഹ്മണാസ്. ഗൗതമിപുത്ര ശ്രീ ശതകർണി വാസ് ബോത്ത് എ യുണീക്ക് ബ്രാഹ്മണ ഓർ ഏക ബ്രാഹ്മണ ആൻഡ് എ ഡിസ്ട്രോയർ ഓഫ് ദ പ്രൈഡ് ഓഫ് ദി ക്ഷത്രിയാസ്. ഗൗതമിപുത്ര ശതകർണി ഏക ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ബ്രാഹ്മണനാണെന്നും ക്ഷത്രിയന്മാരുടെ അഹങ്കാരത്തെ ശമിപ്പിച്ചവനാണെന്നും അവകാശപ്പെടുന്നു. സോ മൗര്യാസ്, സുങ്കാസ്, കൺവാസ്, ശാകാസ് ആൻഡ് ശതവാഹനാസ് വേർ നോൺ ക്ഷത്രിയാസ്. മൗര്യന്മാർ, സുങ്കന്മാർ, കൺവന്മാർ, ശാകന്മാർ, ശതവാഹനന്മാർ ഇവരെല്ലാവരും ക്ഷത്രിയരല്ലാത്ത രാജാക്കന്മാരാണ്. എല്ലായ്പ്പോഴും ക്ഷത്രിയന്മാർ തന്നെയല്ല രാജാക്കന്മാരായിട്ടുള്ളത് എന്നതിന് ഉദാഹരണമാണിത്. നെക്സ്റ്റ് ഈസ് ജാതീസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. ജാതിയും സാമൂഹിക ചലനക്ഷമതയും. അക്കോർഡിംഗ് ടു ബ്രാഹ്മണിക്കൽ തിയറി, ജാതീസ് ലൈക്ക് വർണ്ണ വാസ് ബേസ്ഡ് ഓൺ ബർത്ത്. ബ്രാഹ്മണ സിദ്ധാന്തം അനുസരിച്ച് വർണ്ണം പോലെ തന്നെ ജാതിയും ജന്മസിദ്ധമാണ്. ദ നമ്പർ ഓഫ് വർണ്ണ വാസ് ഫിക്സ്ഡ് ആസ് 4. വർണ്ണങ്ങൾ 4 മാത്രമേ ഉള്ളൂ. ബട്ട് ദർ വാസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് ജാതി. എന്നാൽ ജാതിയുടെ എണ്ണത്തിന് പരിധികളില്ല, അവ പെരുകിക്കൊണ്ടേയിരുന്നു. വെനെവർ ദ ബ്രാഹ്മണാസ് മെറ്റ് വിത്ത് എ ന്യൂ ഗ്രൂപ്പ് ദേ ക്ലാസിഫൈഡ് ദം ആസ് എ ന്യൂ ജാതി. ബ്രാഹ്മണർ എപ്പോഴൊക്കെ ഒരു പുതിയ ഗ്രൂപ്പിനെ കണ്ടെത്തുന്നു അവർക്കൊക്കെ ഒരു പുതിയ ജാതി പേര് നൽകി. ഉദാഹരണത്തിന് നിഷാദ, സുവർണകാര. ഫോർ എക്സാമ്പിൾ ദ നിഷാദാസ് ആൻഡ് ദ സുവർണകാരാസ്. ജാതീസ് ഷെയറിങ് എ കോമൺ ഓക്യുപ്പേഷൻ ഓർ പ്രൊഫഷൻ, സംടൈംസ് ഓർഗനൈസ്ഡ് ഇൻ ടു ശ്രേണീസ് ഓർ ഗിൽസ്. ഒരേ തൊഴിൽ ചെയ്തിരുന്ന ജാതി വിഭാഗങ്ങൾ ശ്രേണികളായോ ഗിൽഡുകളായോ സംഘടിച്ചിരുന്നു. ബട്ട് വി ഹാവ് നോട്ട് മച്ച് എവിഡൻസസ് ഓഫ് സച്ച് ശ്രേണീസ് ഓർ ഗിൽസ്. യെറ്റ് വി ഗോട്ട് വൺ ഇൻസ്ക്രിപ്ഷൻ. ഇത്തരത്തിലുള്ള ശ്രേണികളെയോ ഗിൽഡുകളെക്കുറിച്ച് നമുക്ക് അധികം തെളിവുകൾ ലഭ്യമല്ല, എങ്കിലും നമുക്ക് ഒരെണ്ണം ലഭിച്ചു. The one inscription is a stone inscription called the Mandsaur inscription. ഈ ലിഖിതം ശിലയിലുള്ളതാണ്. ഇതിൻ്റെ പേര് മാൻഡസോർ ലിഖിതം എന്നാണ്. Mandsaur inscription records the history of a guild of silk weavers who originally lived in Lata in Gujarat.
പട്ട് നെയ്ത്തുകാരുടെ ഒരു സംഘടനയായിരുന്നു. ഈ പട്ടുനെയ്ത്തുകാരുടെ സംഘടനയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു ലിഖിതമാണ് മാൻഡസോർ ലിഖിതം. മാൻഡസോർ, ഇറ്റ് വാസ് ഇൻ മധ്യപ്രദേശ്. ദ ഓൾഡ് നെയിം ഓഫ് മാൻഡസോർ ഈസ് ദശപുര. മാൻഡസോർ മധ്യപ്രദേശിലാണ്. മാൻഡസോറിൻ്റെ പഴയ പേര് ദശപുര എന്നാണ്. മാൻഡസോർ ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡ്സ് ദ ഹിസ്റ്ററി ഓഫ് എ ഗിൽഡ് ഓഫ് സിൽക്ക് വീവേഴ്സ്. മാൻഡസോർ ലിഖിതത്തിലുള്ളത് പട്ട് നെയ്ത്തുകാരുടെ ചരിത്രമാണ്. ദീസ് സിൽക്ക് വീവേഴ്സ് ഒറിജിനലി ലിവ്ഡ് ഇൻ ലാട്ട ഇൻ ഗുജറാത്ത്. ഈ പട്ടു നെയ്ത്തുകാർ ആദ്യം താമസിച്ചിരുന്ന ഗുജറാത്തിലെ ലാട്ട എന്ന സ്ഥലത്താണ്. അവിടെ നിന്നും ദേ മൈഗ്രേറ്റഡ് ഫ്രം ഗുജറാത്ത് ടു മാൻഡസോർ ഇൻ മധ്യപ്രദേശ്. ഗുജറാത്തിലെ ലാട്ടയിൽ നിന്ന് അവർ മധ്യപ്രദേശിലെ മാൻഡസോറിലേക്ക് കുടിയേറി പാർത്തു. ബിക്കോസ് they heard the greatness of the local king of Mandsaur and wanted to settle in the kingdom. മാൻഡസോർ ഭരിച്ചിരുന്ന രാജാവിൻ്റെ മഹത്വം കേട്ടിട്ടാണ് ഗുജറാത്തിലെ ലാട്ടയിൽ നിന്നിവർ മധ്യപ്രദേശിലേക്ക് ഈ വ്യാപാര സമൂഹം, ഈ പട്ടു നെയ്ത്തുകാരുടെ സംഘം കുടിയേറി പാർത്തത്. ദെൻ ദ നേച്ചർ ഓഫ് ദ ഗിൽഡ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് സോഷ്യൽ മൊബിലിറ്റി. ഇത്തരത്തിലുള്ള ശ്രേണികളുടെ സ്വഭാവവും അവർക്ക് സാമൂഹ്യ ചലനക്ഷമതയ്ക്കുള്ള സാധ്യതയുമാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. നേച്ചർ ഓഫ് ദി ഗിൽഡ്. മെമ്പർഷിപ്പ് വാസ് ബേസ്ഡ് ഓൺ എ കോമൺ പ്രൊഫഷൻ. ഓരോ ശ്രേണിയിലെയും അംഗങ്ങൾ ഒരേ തൊഴിൽ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ബട്ട് മെമ്പേഴ്സ് ഓഫ് എ വൺ ഗിൽഡ് ക്യാൻ അഡോപ്റ്റ് അതർ ഒക്യുപ്പേഷൻസ്. എന്നാൽ ഒരു ശ്രേണിയിലെ അംഗത്തിന് അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റ് തൊഴിലുകളും സ്വീകരിക്കാവുന്നതാണ്. ദിസ് മീൻസ് ദാറ്റ് members shared more than a common profession. So this is what is meant by the social mobility. ഇതിൻ്റെ അർത്ഥം ഒരു തൊഴിൽ ഗ്രൂപ്പിലുള്ള മറ്റ് തൊഴിലുകൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് സാമൂഹിക ചലനക്ഷമത എന്ന് പറയുന്നത്. So thank you for watching the video. Let me stop here.